മാഹിയിലാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ കറങ്ങാൻ ഇറങ്ങിയപ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് ഡീസൽ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ടൊരു ബങ്കിൽ വന്നപ്പോഴത്തേനുമാണ് ഞാൻ വെറൈറ്റി ഒരു സംഭവം കണ്ടത്. നോർമലി നമ്മൾ എല്ലാ ബങ്കിലും ഇങ്ങനെ ഒരു ടാങ്ക് സെറ്റപ്പ് കാണാറില്ല. അപ്പോൾ എന്നാ നോക്കിയപ്പോൾ തന്നെയാണ് ഞാൻ കണ്ടത് ദെങ്കിബ. നമ്മൾ നോർമലി വലിയ ലോറികളൊക്കെ കാണുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഡീസൽ ടാങ്ക് അല്ലാതെ എക്സ്ട്രാ അതെ ഇങ്ങനെ ഒരു ടാങ്കും കൂടെ, അതായത് ഡെഫ് ടാങ്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അഥവാ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡിന്റെ ടാങ്ക് എന്നൊക്കെ പറയും. അപ്പൊ നോർമലി നമ്മൾ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ബക്കറ്റ് എന്നൊക്കെയല്ലേ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ബക്കറ്റ് അല്ലാതെയുള്ള നമ്മുടെ ആ ഒരു ഡെഫിന്റെ ഡിസ്പെൻസർ ഉണ്ടല്ലോ, ആ ഒരു ഡിസ്പെൻസർ യൂണിറ്റിന്റെ ടാങ്കാണ് അവിടെ കാണുന്നത്. ഇത് നമ്മുടെ ആ ഒരു ഡിസ്പെൻസർ. ഇത് ഇവിടെ നിന്നാണ് നമ്മൾ നോർമലി നമ്മുടെ ഡീസൽ ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സിസ്റ്റം വഴി ഡെഫ് നമ്മൾ ഫില്ല് ചെയ്യുന്നു. അപ്പൊ എന്താണ് ഡെഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ എന്താണെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ നല്ല സിമ്പിൾ ആയിട്ട് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഞാൻ എന്ത് സംഭവം എന്ന് പറഞ്ഞുതരാം. ഇതൊരു യൂറിയ സൊല്യൂഷൻ ആണ്. ഈ യൂറിയ തന്നെ നമുക്ക് പല ക്വാളിറ്റി, പല പ്യൂരിറ്റി, പല ഗ്രേഡിലുള്ള യൂറിയ ഉണ്ട്. അതായത് നമ്മുടെ വണ്ടിക്കകത്ത് ഉപയോഗിക്കാനായിട്ട് ഓട്ടോമൊബൈൽ ഗ്രേഡിലുള്ളത് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് അഗ്രികൾച്ചറൽ ഗ്രേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പല ഗ്രേഡിലുള്ള സാധനമുണ്ട്. ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ടോപ്പിക്ക് വേണ്ടി. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഗ്രേഡിലുള്ള ഒരു യൂറിയനെ ഡീഅയണൈസ്ഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൊല്യൂഷനാണ് ഈ ഡെഫ് എന്ന് പറയുന്നത്, വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ എന്തിനാണ് ഈ ഒരു ഡെഫ് അല്ലെങ്കിൽ യൂറിയ ഇവിടെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ, നമുക്കറിയാലോ പെട്രോൾ എഞ്ചിൻ ആയിക്കോട്ടെ ഡീസൽ എഞ്ചിൻ ആയിക്കോട്ടെ, അവിടെ പോയിട്ട് ഫ്യൂല് കത്തുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് കുറച്ച് വിഷവാതകങ്ങളൂടെ ഉണ്ടാകുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഡീസൽ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ അപകടകാരിയായിട്ടുള്ളൊരു വിഷവാതകമാണ് നോക്സ് എന്ന് പറയുന്നത്, അഥവാ നമ്മുടെ നൈട്രജന്റെ ഓക്സൈഡുകളാണ്. ഈ നൈട്രജന്റെ ഓക്സൈഡ് അതേപടി നമ്മൾ പുറന്തള്ളുവാണെന്നുണ്ടെങ്കിൽ അത് ഒരേപോലെ തന്നെ നമുക്കും പ്രശ്നമാണ്, നമ്മുടെ പ്രകൃതിക്കും പ്രശ്നമാണ്. അതിന് വേണ്ടിയിട്ട് എന്താണ്, നമുക്ക് ഈ ഒരു നോക്സിനെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത നൈട്രജനും അതുപോലെ തന്നെ വെള്ളവും ഇട്ട് പുറന്തള്ളാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്സിലോട്ട് അമോണിയ ഉപയോഗിച്ചാൽ മതി. അമോണിയ നോക്സുമായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വെള്ളവും നൈട്രജനുമായിട്ട് വിഘടിപ്പിക്കും. അത് നമുക്ക് ഒരിക്കലും അമോണിയ അതിന്റെ ആ ഒരു എന്താണ് പ്രത്യേകത കാരണം അതേപടി നമുക്ക് വണ്ടിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഇപ്പൊ നമ്മൾ യൂറിയ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂറിയ ഒരു 300 ഡിഗ്രി ചൂടിന് മുകളിലോട്ട് അമോണിയ ആയിട്ട് കൺവേർട്ട് ആവും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കണക്ഷൻ മനസ്സിലായോ? അതായത് നമ്മളിവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഡീസൽ എഞ്ചിനിൽ നിന്നും കത്തി വന്ന ഒരു നോക്സ് ഉണ്ടല്ലോ, ആ ഒരു നോക്സ് നമ്മുടെ SCR ക്യാറ്റ് നമുക്ക് മൊത്തത്തിൽ ഈ ഒരു എമിഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഈസ്റ്റ് യൂണിറ്റ് ഉണ്ട്, അഥവാ നമ്മുടെ എക്സോസ്റ്റ് എമിഷൻസ് നിയന്ത്രിക്കാനായിട്ടുള്ള യൂണിറ്റിനെ നമ്മൾ പറയുന്നതാണ് ഈസ്റ്റ് യൂണിറ്റ് എന്ന്. അപ്പൊ ഈസ്റ്റ് യൂണിറ്റിന്റെ ഭാഗമാണ് നമ്മുടെ SCR. അപ്പൊ നമ്മുടെ SCR ക്യാറ്റിലേക്ക് നമ്മുടെ ഈ ഒരു നോക്സ് എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു എക്സോസ്റ്റ് സ്ട്രീമിലേക്ക് നമ്മുടെ ഡെഫ് ഉണ്ടല്ലോ അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അവിടെയുള്ള ചൂട് കാരണം നമ്മുടെ ഡെഫ് നേരെ അമോണിയ ആയിട്ട് മാറിയിട്ട് ഈ അമോണിയ നമ്മുടെ നോക്സുമായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ട് നൈട്രജനും അതുപോലെ തന്നെ വെള്ളവുമായിട്ട് വിഘടിപ്പിച്ച് അത് നേരെ പുറന്തള്ളുന്നു. നമ്മൾ ഓൾറെഡി ഈ ഡെഫിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു.